അങ്ങനെ രാജ്യം നടുങ്ങി, അറബിക്കടലിലെ തിരമാലകൾ നിശ്ചലമായി, നമ്മുടെ ഹിമാലയ പർവ്വതം ഒന്ന് കുലുങ്ങി വീണ്ടും അങ്ങ് ഉറച്ചിരുന്നു. ആകാശത്ത് പറവകൾ മലർന്ന് പറന്നു. ആകെ പ്രകൃതിയിലാകെ ഒരു മാറ്റം. ചെങ്കടലിൻ്റെ നിറം പച്ചയായി മാറി. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ സംഭവിച്ചത് എന്തായിരിക്കും കാരണമെന്ന്. കാരണം ദേ ഇതാണ്, ഒന്ന് കേട്ട് നോക്കൂ. എനിക്ക് എൻ്റെ അച്ഛൻ അന്ന് മുതൽ എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. അച്ഛൻ ഭയങ്കര കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ പല സുഹൃത്തുക്കളും ഞാനുമായിട്ടാകുന്നു. പലരും ഞാനെടുത്ത തീരുമാനത്തോട് വിയോജിച്ചു. സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ അതിശക്തമായ നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നു. എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാർ പലരും തെറി വിളിക്കുന്ന സാഹചര്യം വരുന്നു. ഞാൻ ഒരു മതേതര മൂല്യത്തോടു കൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ 2020 പോകുന്നത് തന്നെ. കാര്യം എനിക്ക് ബിജെപിയുടെ വികസന രാഷ്ട്രീയത്തോട് ഞാൻ ഭയങ്കര യോജിപ്പാണ്. ബിജെപിയുടെ ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്ന വർഗീയതയ്ക്ക് ഒരിക്കലും ഞാൻ കൂട്ടുപിടിക്കത്തില്ല, അത് ഞാൻ പിന്തുണ സംസാരിക്കുന്നതുമില്ല. അതുകൊണ്ട് തന്നെയാണ് 2020 നിൽക്കാം എന്നുള്ള എന്റെ തീരുമാനം വരുന്നത്. പക്ഷേ ഇതിനെ തുടർന്ന് എനിക്ക് വരുന്ന സൈബർ അറ്റാക്ക് കാര്യങ്ങളെല്ലാം വിജയത്തിന് അറിയാം. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഇതിനെല്ലാം മറുപടി കൊട്ടാരക്കര വഴി കൊടുക്കണം. ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് കൊട്ടാരക്കരയിൽ സീറ്റില്ല എന്ന് ഞാൻ അറിയുന്ന ഫെബ്രുവരി 25-ാം തീയതിയാണ്. രാജീവ് ചന്ദ്രശേഖരനെ അതിനുശേഷം ഞാൻ നേരിട്ട് കാണുന്നു. അതായത് അദ്ദേഹം എറണാകുളത്ത് വരുന്ന സമയത്ത് അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അത് ഞാൻ മറന്നുപോയി എന്നാണ്. അതായത് ഒരാളെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന് സീറ്റ് കൊടുത്തു എന്ന കാര്യം അദ്ദേഹം മറന്നുപോയി എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ വിചാരിച്ചു അഖിൽ പത്തനാപുരത്താണെന്നൊക്കെയാണ് ഞാൻ കരുതിയതെന്ന് ഇങ്ങനെ പറയുന്നു. ഞാൻ പറഞ്ഞു, സാറേ ഇതാണ് അവസ്ഥ, എന്റെ സാഹചര്യം ഇതാണ്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം, ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ പരിഹരിക്കാം. അന്ന് അദ്ദേഹത്തിന്റെ ഒപ്പം പ്രതീഷ് വിശ്വനാഥനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്നെ കൊണ്ട് കുഴിച്ചാടിക്കരുത്, എന്റെ ജീവിതം നിങ്ങൾ ഇല്ലാതാക്കരുത്, അഖിലിന് മാന്യമായ അക്കോമഡേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് തരാം. അങ്ങനെ ഞാൻ അതിന്റെ ഭാഗമായിട്ട് RSSന്റെ മുതിർന്ന നേതാക്കന്മാരെ ഞാൻ കണ്ടു. എന്റെ വിഷമങ്ങൾ ഞാൻ അവരോട് പറയുന്നു. അപ്പൊ അവർക്കും യാഥാർത്ഥ്യം മനസ്സിലായി. കാരണം സാബു ജേക്കബും ഇങ്ങനെ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് നമ്മൾ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഈ തീരുമാനം എന്തായാലും അവർക്ക് നടപ്പിലാക്കാൻ പറ്റത്തില്ല. കാര്യം അവർ രശ്മിക്കും ഉറപ്പ് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ രശ്മിയെ കൊട്ടാരക്കര മത്സരിപ്പിക്കുമ്പോൾ പിന്നീട് അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ മറ്റേതെങ്കിലും ഒരു മാന്യമായ സ്ഥലത്ത് നമ്മളെ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ തൃപ്പൂണിത്തുറ സീറ്റ് ആ സമയം വരെയും 2020 ആയിരുന്നില്ല. അപ്പൊ ഞാനിത് സാബു ജേക്കബിനോട് ചോദിക്കുന്നുണ്ട്, തൃപ്പൂണിത്തുറ സീറ്റ് 2020 അല്ല എന്നുണ്ടെങ്കിൽ ഇനി തൃക്കാക്കര സീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമ്മൾ നേരത്തെ ഇതിന്റെ പ്രവർത്തനം തുടങ്ങണം. കാര്യം ഒരു 10,000-ഓളം വോട്ടർ പട്ടികയിൽ പുതിയതായിട്ട് നമുക്ക് വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കാം. ഒരു കാര്യം ചെയ്യും, ഞാൻ പല ഫ്ളാറ്റുകളിലും പല കെയർടേക്കർമാരെയും മാനേജേഴ്സിനെയും കണ്ടിട്ട് ഈ ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാരോട് നിശബ്ദമായിട്ട് ഞാൻ പറയാം, തൃക്കാക്കരയിലാണ് ഇനി അവസാനം ഞാൻ മത്സരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ നമുക്ക് നേരത്തെ മാക്സിമം നമ്മളിലേക്ക്. പിന്നെ ഈ ഫ്ളാറ്റുകാരെല്ലാം നീ പറയുന്നതായിട്ട് നിൽക്കുകയല്ലേ നിനക്ക് വോട്ട് തരാനായിട്ട്? ആൾക്കാരെ കൂട്ടാൻ സംഘടന പ്രവർത്തനം നടത്താം. ഇയാൾ ഒരു അക്ഷരം മിണ്ടിയില്ല. ഇതിങ്ങനെ നീണ്ടു പോയി. തൃപ്പൂണിത്തുറ സീറ്റിന്റെ കാര്യം ഞാൻ RSS നേതാക്കന്മാരെ കാണാൻ പോയ ദിവസം, ഞാൻ അവിടെ കാണാൻ പോകുന്ന അറിഞ്ഞ ദിവസം ഇങ്ങനെ അവിടെ ഓടിപ്പിടിച്ചു വന്നു. എന്റെ അപ്പുറത്ത് പുള്ളി വന്നിരിക്കുകയാണ്. അവിടെ ഇരുന്ന് സംസാരിച്ചു. അതിനുശേഷം എന്റെ അടുത്ത് തൃപ്പൂണിത്തുറയിലെ സാധ്യതകൾ ചോദിക്കുന്നു. ഞാൻ സാധ്യതകളും കാര്യങ്ങളും ഞാൻ എഴുതി അയക്കുന്നു. തൃപ്പൂണിത്തുറ സീറ്റ് അങ്ങനെ 2020 അലോക്കേറ്റ് ചെയ്യുന്നു. BJP നേതാക്കന്മാർ എന്നോട് പറയുന്നത് അഖില തൃപ്പൂണിത്തുറ സീറ്റ് ഉണ്ടാവും, അതിന്റെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. മാർച്ച് 15-ാം തീയതി എന്നെ വിളിച്ച് പറയുന്നു, ഇലക്ഷൻ പ്രഖ്യാപിച്ച ദിവസം എന്നെ വിളിച്ച് പറയുന്നു, തൃക്കാക്കര സീറ്റാണ് ഡൽഹിയിൽ നിന്ന് എഴുതി വന്നതെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ എന്താ പൊട്ടനാണെന്നാണോ നിങ്ങളുടെ വിചാരം? ആണല്ലോ, ആണ് അഖിൽമാരാരെ, ഒരു പൊട്ടനാണ്. ഒരു പൊട്ടൻ എന്ന് പറഞ്ഞാൽ എന്തൊരു പൊട്ടനാണെന്നറിയാമോ? നിങ്ങളെക്കുറിച്ച് ആളുകൾ എന്താണെന്ന് വിചാരിക്കുന്നതെന്ന് യാതൊരു ബോധ്യവുമില്ലാത്ത ഒരു മരപ്പൊട്ടൻ. അല്ലെങ്കിൽ ഈ അഭ്യാസങ്ങളൊക്കെ കാണിക്കൂ. ഒരു ചക്കയെടുത്ത് ചുഴറ്റി അത് കാണിച്ച് ഇത് കാണിച്ച് എന്തെല്ലാം കാണിച്ചു. എന്താണ് നിങ്ങൾ എങ്ങനെയാണ് കേരളത്തിലെ സമൂഹത്തെ കാണുന്നത്? എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളെ വിലയിരുത്തുന്നത്? നിങ്ങൾ കൊട്ടാരക്കര മത്സരിച്ചായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? നിങ്ങൾ കൊട്ടാരക്കര മത്സരിച്ചായിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഡബിൾ വോട്ടിന് നിങ്ങൾ ഇപ്പം കിട്ടിയതിൻ്റെ പകുതി വോട്ട് പോലും നിങ്ങൾക്ക് കൊട്ടാരക്കര മത്സരിച്ചാൽ കിട്ടില്ലായിരുന്നു. കാരണം ഇപ്പോൾ അറിയാതെ കുറച്ച് പാവങ്ങൾ ഏതാണ്ടൊക്കെ വോട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ അഭ്യാസം കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നുപോയി. ഇങ്ങനൊരു സ്വയബോധമില്ലാത്ത, താൻ ആരാണെന്ന് ഒട്ടും മനസ്സിലാക്കാത്ത, തന്നെക്കുറിച്ച് എന്താണ് ഒരു സമൂഹം വിചാരിക്കുന്നതെന്ന് ഒട്ടും ചിന്തിക്കാത്ത ഇത്തരം ചില ബാധ്യതകൾ അത് വല്ലാത്തൊരു ഗതികേടാണ് ഈ നാടിൻ്റെ. എന്നോ ഒരു കാലത്ത് എന്തിലോ ഒരു അവാർഡോ എന്തോ ഒരു സംഗതി കിട്ടി, ബിഗ് ബോസിൽ ഏതാണ്ടായി എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അപ്പുറത്തെ ചില സംഗതികളുമായി നടന്ന് ആളുകളെ പറ്റിക്കുന്ന ഒരാൾ. എന്തൊക്കെ വർഗീയതകളാണ് ഇയാൾ ഇപ്പോൾ ഈ മതേതരവാദി പറയുന്നത്. എന്തെല്ലാം പറഞ്ഞു നോക്കി രക്ഷപ്പെടാൻ വേണ്ടി. അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, തീവ്രവാദി പറഞ്ഞു, ആക്ഷേപിച്ചു. സത്യത്തിലുണ്ടല്ലോ, ഒരൊറ്റ പാർട്ടികളിലും എടുക്കരുത്. ഇതൊക്കെ ഒരു പാഴ്ജന്മമാണ്, വെറും പാഴ്ജന്മം. അതിനെയൊക്കെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കണം. ഇതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ജനങ്ങളോട്.